ഇന്ന് 2024 ഡിസംബർ മാസം 31-ാം തീയതി. അനുഗ്രഹീതമായ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം, അവസാന മണിക്കൂറുകളിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. നന്മകൾ സമ്മാനിച്ച് കടന്നുപോകുന്ന ഈ വർഷത്തെ നന്ദിയോടെ പറഞ്ഞുവിടാനും പുതുമകൾ സമ്മാനിക്കുന്ന പുതുവർഷത്തെ പ്രത്യാശയോടെ സ്വീകരിക്കുന്നതിനും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു ദിനമാണിന്ന്. പുതുവത്സര ദിനത്തിൻ്റെ ആഘോഷങ്ങൾ ഈ ലോകത്തെ മുഴുവൻ തീറ്റിപ്പോറ്റുന്ന കർഷകർക്കും ഒരു പുതുവത്സര ആഘോഷത്തിനുള്ള അവകാശമുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പുതിയ വർഷത്തിലേക്കുള്ള പ്രവേശനത്തെ ആഘോഷത്തോടുകൂടി വരവേൽക്കുവാനുള്ള നമ്മുടെ അവകാശം നമ്മൾ വിനിയോഗിക്കുകയാണ് ഇന്ന്. ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രകൃതിയിൽ ആശ്രയിച്ച് മണ്ണിൽ അധ്വാനിച്ച് ലോകത്തിന് മുഴുവൻ ഭക്ഷണം നൽകുന്ന കർഷക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം കൃതജ്ഞതയുടെയും സന്തോഷത്തിൻ്റെയും ദിനമാണ്. കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയിലെ ഇൻഫാം കർഷകരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയാണ് കൈക്കോട്ടും ചിലങ്കയും എന്ന ഈ പരിപാടിയിലൂടെ ഇന്ന് ഇവിടെ നടത്തപ്പെടുന്ന കലാസന്ധ്യ. കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയിലെ 12 താലൂക്കുകളിൽ നിന്നുള്ള 15 മിനിറ്റോളം വരുന്ന പരിപാടികളാണ്. ഓരോ താലൂക്കിൽ നിന്നും 15 മിനിറ്റോളം വരുന്ന പരിപാടികൾ, 12 പരിപാടികളാണ് ഈ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടുക. ഓരോ താലൂക്കിൻ്റെയും രക്ഷാധികാരികളായിരിക്കുന്ന വലിയ ബഹുമാനപ്പെട്ട ഫൊറോന വികാരിമാരുടെയും താലൂക്ക് ഡയറക്ടർമാരുടെയും താലൂക്ക് എക്സിക്യൂട്ടീവിൻ്റെയും നേതൃത്വത്തിൽ വളരെ ശ്രദ്ധയോടും ചിട്ടയോടും കൂടിയുള്ള പരിശീലനങ്ങൾ നടത്തിയാണ് ഈ 15 മിനിറ്റുള്ള പ്രോഗ്രാം, 12 പ്രോഗ്രാമുകൾ ഇന്ന് നമ്മുടെ കർഷകരിവിടെ അവതരിപ്പിക്കുക. ഈ പ്രോഗ്രാമിന് കൈക്കോട്ടും ചിലങ്കയും എന്ന് പേരിട്ടത് തന്നെ നമ്മുടെ കർഷക സമൂഹത്തിൻ്റെ കലാപരമായ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള ചിന്തയോടുകൂടിയാണ്. എന്താണ് കൈക്കോട്ട്? കൈക്കോട്ട് അഥവാ തൂമ്പ എന്ന് പറയുന്നത് നമ്മുടെ പണിയായുധമാണ്. ചിലങ്കയാകട്ടെ അത് കലയുടെ അടയാളമാണ്. കൃഷിയും കലയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കൃഷിയും കലയുമായുള്ള അഭേദ്യമായ ബന്ധം നമ്മുടെ കർഷകർക്കിടയിലെ കലാകാരന്മാരെ കണ്ടെത്തുവാനുള്ള പരിശ്രമം, ഇതൊക്കെയാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ വിഭാവനം ചെയ്ത് ലക്ഷ്യം വയ്ക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ തുടർച്ചക്കാരും പരിപാലകരുമാണ് കർഷകരും കലാകാരന്മാരും എന്നാണ് പറയുക. ഈ ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങൾ നൽകുന്നവർ, നിറം ചാർത്തി കൊടുക്കുന്നവരാണ് ഈ 2 കൂട്ടരും, കർഷകരും കലാകാരന്മാരും. മലയാള സാഹിത്യകാരന്മാരായ വൈലോപ്പള്ളിയുടെ മാമ്പഴവും ചങ്ങമ്പുഴയുടെ വാഴക്കുലയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടും ആംഗലേയ സാഹിത്യകാരനായ തോമസ് ഹാർഡിയുടെ ഗ്രാമീണ കഥകളും വാൻഗോഗിൻ്റെ ഗോതമ്പ് വയലുകളുമൊക്കെ സാക്ഷ്യപ്പെടുത്തുകയും സൂചിപ്പിക്കുകയും ചെയ്യുക കൃഷിയും കലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. സാഹിത്യ സൃഷ്ടികൾക്കും
സിനിമകൾക്കും ഫോട്ടോഗ്രാഫിക്കും ഛായാഗ്രഹകർക്കുമൊക്കെ ഓജസ്സും തേജസ്സും നൽകുന്നത് നമ്മുടെ കർഷകരൊരുക്കുന്ന പൂന്തോപ്പുകളും അവരുടെ കൃഷിയിടങ്ങളുമാണ്. സിനിമകൾക്കും ഫോട്ടോഗ്രാഫികൾക്കും ഡോക്യുമെൻ്ററികൾക്കും ഒക്കെ മിഴിവേകുന്നതിന് പശ്ചാത്തലമായി നിൽക്കുന്നത് അങ്ങകലെ ജെറുസലേമിലെ മുന്തിരിത്തോപ്പുകളും ഇസ്രായേലിലെ ഒലിവിൻ തോട്ടങ്ങളും മാത്രമല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളും നമ്മുടെ ഹൈറേഞ്ചിലെ തേയിലത്തോട്ടങ്ങളുമാണ്. കലയെ സജീവമാക്കുന്നതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് ഈ കൃഷിയുടെ ഇടങ്ങളാണ്. നമ്മൾ സൃഷ്ടിച്ച, മനോഹരമായി സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്ന കൃഷിയിടങ്ങളാണ് കലയ്ക്കും കലാവിഷ്കാരങ്ങൾക്കും ഒക്കെ ജീവനും ഓജസ്സും നൽകുന്നത്. നമ്മുടെ കമുങ്ങിൻ തോപ്പിലെ അടയ്ക്കയും നമ്മുടെ റബ്ബർ തോട്ടങ്ങളിലെ ലാറ്റക്സും സംസ്കരിച്ചെടുത്ത് പെയിൻ്റാക്കി മാറ്റിയാണ് അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്കും, എന്തിനേറെ നമ്മുടെയൊക്കെ വീടുകളുടെ ചുവരുകൾക്ക് പോലും ജീവൻ നൽകുന്ന, നിറം ചാർത്തിക്കൊണ്ട് ജീവൻ്റെ തുടിപ്പേകുന്നത് ആ പെയിൻറ്റുകളാണ്. അതും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൃഷിയിൽ നിന്നാണ്. നിർജീവങ്ങളായ ക്യാൻവാസുകൾക്കും നിശ്ചലങ്ങളായ മതിലുകൾക്കുമൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ ഹൃദയത്തിലെ ഭാവനയെ പകർത്താൻ ആഗ്രഹിക്കുന്ന ചിത്രകാരൻ്റെ ഭാവനയ്ക്ക് ചിറകുമുളപ്പിക്കുന്നതും അവനിൽ നിന്ന് പുറത്തു വരുന്ന ആ ഭാവനയ്ക്ക് വർണ്ണം ചാർത്തി കൊടുക്കുന്നതും നമ്മൾ കൃഷിക്കാർ നട്ടുപിടിപ്പിക്കുന്ന നമ്മുടെ ചെടിയിലെ ഇലകളും പൂക്കളും കായ്കളുമൊക്കെ ചേർത്ത് ഇടിച്ചുകൂട്ടി ഉണ്ടാക്കിയെടുക്കുന്ന നിറക്കൂട്ടുകളാണെന്നുള്ള സത്യം പലപ്പോഴും നമ്മൾ മറന്നുപോകും. കർഷകരുടെ കൃഷിയിടങ്ങളിലെ വാഴയുടെയും കൈതയുടെയും ഈറ്റയുടെയും ഒക്കെ നാരുകളും, കർഷകർ നട്ടുവളർത്തുന്ന പരുത്തിയിലെ നൂലും, കർഷകർ വളർത്തിയെടുക്കുന്ന ചെമ്മരിയാടിൻ്റെ രോമവും, കർഷകർ തന്നെ വളർത്തി പുഴുങ്ങിയെടുക്കുന്ന കൊക്കൂണുകളിൽ നിന്ന് ലഭിക്കുന്ന പട്ടുനൂലുമെല്ലാം ചേർത്ത് ഇഴതുന്നി ചേർത്തെടുക്കുന്ന ആ വസ്ത്രങ്ങളിൽ ഈ നിറക്കൂട്ടുകൾ ചേർത്ത് പിടിപ്പിച്ചാണ് നമ്മൾ നമ്മളെ തന്നെ അലങ്കരിക്കുന്നത്, മറ്റുള്ളവരെയും നമ്മൾ അലങ്കരിക്കുന്നത്. ഈ ലോകത്തെ തന്നെ നമ്മൾ വർണ്ണാഭമാക്കി മാറ്റുന്നത് ആ നിറക്കൂട്ടുകൾ ചേർത്താണ്. നമ്മുടെ കൃഷിഭൂമികളിൽ താളം കൊട്ടി നാം വിതച്ച വിത്തും ഈണം പാടി നമ്മൾ കൊയ്തെടുത്ത വിളവും രാഗം മൂളി നമ്മൾ സംസ്കരിച്ചെടുത്ത ഭക്ഷണവുമാണ് മനുഷ്യകുലത്തിൻ്റെ തന്നെ നിലനിൽപ്പിനും ഹൃദയത്തിൻ്റെ മിടിപ്പിനും കാരണമായിരിക്കുന്നത്. വിത്ത് വിതച്ചപ്പോഴും ഞാറ് നട്ടപ്പോഴും കതിര് കൊയ്തപ്പോഴും ഒക്കെ കർഷകർ പാടി ഒത്തിരിയധികം പാട്ടുകളും മീട്ടിയ ഒത്തിരിയധികം ഈണങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. നെല്ല് കുത്തുമ്പോഴും അരി അവയ്ക്കുമ്പോഴും ധാന്യങ്ങൾ പൊടിവിക്കുമ്പോഴും നാം മൂളിയ ഒത്തിരിയേറെ രാഗങ്ങളുമുണ്ട് നമുക്ക് ചുറ്റും. തണ്ട് വലിക്കുകയും തടി വലിക്കുകയും ചുമടെടുക്കുകയും ചെയ്യുന്ന ചുമട്ടു തൊഴിലാളികൾ പോലും അവരുടെ ആ പ്രവൃത്തിയുടെ മുമ്പിൽ ഒരു താളവും ഈണവും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനേറെ നമ്മുടെ കൃഷി നശിപ്പിക്കുവാൻ വരുന്ന വന്യജീവികളെയും നമ്മുടെ വയലിലെ നെൽമണികളെ തിന്നെടുക്കാൻ വരുന്ന കിളികളെയും ആട്ടിയോടിക്കുന്നതിനും നമുക്കൊരു ഈണവും താളവും ഉണ്ടായിരുന്നു. മുതലാളിത്തത്തിൻ്റെയും ജന്മിത്വത്തിൻ്റെയും അന്യായങ്ങളെ ആക്ഷേപഹാസ്യങ്ങളുടെ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് പാടവരമ്പത്തുകൂടി പാടി നടക്കുന്ന കർഷകരുടെ പാട്ടുകളും ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്.
കലയും കൃഷിയും ചേർന്നൊരുക്കുന്ന ഒരു നാടിൻ്റെ സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുക. ഒരു നാടിൻ്റെ സംസ്കാരം രൂപപ്പെടണമെങ്കിൽ അതിൽ പ്രധാനമായ പങ്ക് വഹിക്കുന്ന രണ്ട് ഭാഗം, ഒന്ന് കലയും ഒന്ന് കൃഷിയുമാണ്. നൈൽ നദീതട സംസ്കാരവും സിന്ധു നദീതട സംസ്കാരവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും എന്തിന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ കുടിയേറ്റത്തിൻ്റെ സംസ്കാരം തന്നെ കൃഷിയും കലയും ചേർന്നുള്ളതാണ്. പാടത്തും പറമ്പത്തും രൂപപ്പെടുന്ന അസംസ്കൃത സംസ്കാര കലകളെ നാഗരികതയിലേക്ക് എത്തിച്ച് സംസ്കൃതമാക്കി സുന്ദരകലകളും സുകുമാര കലകളുമാക്കി മാറ്റുന്നതിൽ നമ്മുടെ കലാകാരന്മാരും വളരെ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. സാഹിത്യകാരന്മാരും കലാകാരന്മാരും കൃഷിയെ പരിപോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ അനുഗ്രഹീത കലാകാരനും അഭിനേതാവുമായ ശ്രീ മമ്മൂട്ടി കർഷകരെക്കുറിച്ച് പറഞ്ഞൊരു വാക്ക് ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: കർഷകർ അവരുടെ കൈകൾ ചേറിൽ വയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് കൈകൾ ചോറിൽ വയ്ക്കാൻ, നമുക്കോരോരുത്തർക്കും ഇന്ന് നമ്മുടെ കൈകൾ ചോറിൽ വയ്ക്കാൻ സാധിക്കുന്നത് എന്ന്. അങ്ങനെ ലോകത്തിന് മുഴുവൻ സുന്ദര സ്വപ്നങ്ങൾ സമ്മാനിക്കുന്ന, ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ അവരുടെ ജീവിതത്തെ വർണ്ണാഭമാക്കുന്ന നല്ല പ്രവൃത്തികൾ കൊണ്ട് സമ്മാനിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ സഹോദരങ്ങളുടെ സ്വപ്നം ശാന്തവും മധുരവും വർണ്ണാഭവും സുന്ദരവുമായിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ സുന്ദരമായ സ്വപ്നങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിലെ മഴവില്ലുകൾ വിരിയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ കർഷകർ. എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സുന്ദര സ്വപ്നങ്ങൾ കൊണ്ട് മഴവില്ലുകൾ വിരിയിക്കാൻ ആഗ്രഹിക്കുന്ന കർഷകരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ അത്ര സുന്ദരമാണ് എന്ന് ഇന്ന് പറയാനാവില്ല. സ്വപ്നങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുക? നമ്മുടെ ബോധമനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഉപബോധ മനസ്സിൽ നമ്മുടെ ഉറക്കത്തിൽ സ്വപ്നങ്ങളായി മാറുന്നു. ഇന്ന് കർഷകരുടെയും കർഷക മക്കളുടെയും ബോധമനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്? കാട്ടുമൃഗങ്ങളുടെ ക്രൂരതയിൽ ജീവൻ അപഹരിക്കപ്പെടുന്ന ഭീകരമായ ചിത്രങ്ങളും വാർത്തകളും, വിളഞ്ഞു പാകമായി കിടക്കുന്ന തൻ്റെ വിളഭൂമിയിൽ അതിനെ തച്ച് തകർത്ത് മൊത്തം നശിപ്പിച്ചതിന് ശേഷം കൂത്താടിപ്പോകുന്ന കാട്ടുമൃഗങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങളും വാർത്തകളും. ഈ കാട്ടുമൃഗങ്ങളെക്കാൾ ക്രൂരമായ ഭയാനകമായ കുടിലത കൊണ്ട് ഈ നാടിനെ മുഴുവൻ അടക്കി ഭരിക്കാൻ, ഈ രാജ്യത്തെ മുഴുവൻ അടക്കി ഭരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന വിധം തങ്ങൾക്ക് മാത്രം ജീവിക്കണമെന്ന ചിന്തയോടെ വനനിയമങ്ങളെ ഭേദഗതി ചെയ്ത് നിയമമാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന വനപാലകരെ കുറിച്ചുള്ള ചിത്രങ്ങൾ, നന്നായി കൃഷി ചെയ്യപ്പെട്ട നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് വന്യതയോടുകൂടിയ ക്രൂരമായ മൃഗങ്ങളെ ഇറക്കിവിടാൻ വേണ്ടി, അവയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കുവാൻ വേണ്ടി വ്യഗ്രതപ്പെടുന്ന വനം വകുപ്പിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ. ഇപ്രകാരമുള്ള ചിത്രങ്ങളാണ് നമ്മൾ കർഷകരുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ബോധമനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ചിത്രങ്ങൾ ഉപബോധ മനസ്സിൽ സ്വപ്നങ്ങളായി മാറുമ്പോൾ ആ സ്വപ്നങ്ങൾ സുന്ദരമല്ല, അത് ഭയാനകമാണ്, ബീഭത്സമാണ്, അത് വികൃതവുമാണ്. മറ്റുള്ളവർക്ക് സുന്ദര സ്വപ്നങ്ങൾ സമ്മാനിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചവരെ ഭീകര സ്വപ്നങ്ങൾക്ക് അടിമകളാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടി വരുന്നു. കർഷകൻ്റെ നിഷ്കളങ്ക രക്തം കൊണ്ട് തങ്ങളുടെ ജീവിതത്തിന്
നിറം പകരാൻ ശ്രമിക്കുന്നവരാരായിരുന്നാലും അവരോട് മാനുഷാത, അരുത് കാട്ടാള എന്ന് പറയുവാനുള്ള ആർജവും തൻ്റെ ഇടവും അധികാരികളും രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും കാണിക്കണമെന്നാണ് ഇൻഫാം ആവശ്യപ്പെടുക. നിർദോഷികളായിരുന്ന ക്രൗഞ്ചപക്ഷികളുടെ മേൽ ശരം തൊടുക്കാനായിട്ട് വില്ലുകുലച്ചു നിന്ന കാട്ടാളനെ പോലെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കർഷകരുടെ മേൽ ക്രൂരതയുടെ ശരം എയ്തു പിടിപ്പിക്കാൻ വേണ്ടി വന്യതയുടെ വില്ലും കുലച്ചു നിൽക്കുന്ന വനം വകുപ്പിനോട് മാനുഷാത പറയാൻ, അരുത് കാട്ടാള എന്ന് പറയാനുള്ള ആർജവത്വവും തൻ്റെ ഇടവും ഈ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരും കലാകാരന്മാരും നിരൂപകരും രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും ഗവൺമെൻറ്റും കാണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിന്ന് ജീവിക്കുക. കാട്ടുമൃഗങ്ങളുടെ ക്രൂരതയാൽ ഈ മണ്ണിൽ ചൊരിയപ്പെട്ട കർഷകൻ്റെ നിഷ്കളങ്ക രക്തത്തിൻ്റെ നിലവിളി പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ പക്കലേക്ക് ഉയരുമ്പോൾ പ്രതീക്ഷയോടെ കൃഷി ചെയ്ത കൃഷിഭൂമികൾ തച്ചു തകർത്തതിൻ്റെ ഫലമായി കർഷകൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണീരിൻ്റെ വിലാപം ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ അവരെ ഉപദ്രവിക്കുന്നവരാരായാലും തങ്ങളുടെ ജീവിത സായാഹ്നം അവർക്ക് സമ്മാനിക്കുന്നത് നിദ്രാവിഹീനങ്ങളായ രാത്രികളാകരുതേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാനാവും. അവരുടെ കുടുംബങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും സംരക്ഷിക്കപ്പെടണം. കാരണം അവരും നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മളെ ഉപദ്രവിക്കുവാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ വ്യഗ്രതപ്പെടുമ്പോഴും വെമ്പൽ കൊള്ളുമ്പോഴും അവർക്കുള്ള ഭക്ഷണവും ഉണ്ടാക്കുന്നത് നമ്മളാണ്. ശത്രു സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക ഈ കാലഘട്ടത്തിൽ, ഈ കലാസന്ധ്യയിൽ നമ്മുടെ പ്രിയപ്പെട്ട കർഷക സമൂഹത്തിന് വേണ്ടി ഈ നാട്ടിലെ പ്രബുദ്ധരായ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കളും മാനുഷാത പറയാൻ വരുമെന്നുള്ള ചിന്തയോടുകൂടി കർഷകരായ നിങ്ങൾ അണിയിച്ചൊരുക്കിയ ഈ കൈക്കോട്ടും ചിലക്കയും എന്ന കലാസന്ധ്യയുടെ ഉദ്ഘാടനം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ നിർവഹിക്കുന്നു. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും സന്തോഷവും മംഗളങ്ങളും നേരുന്നു. നിങ്ങളുടെ കൃഷിഭൂമി നിങ്ങൾക്ക് ധാരാളമായി ഫലം നൽകട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളും ഒക്കെ അവർക്കൊക്കെ ഐശ്വര്യപൂർണമായ ഭാവി ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ദൈവം നല്ല ആരോഗ്യവും നല്ല കഴിവുകളും തന്നു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സ്നേഹം നിങ്ങളോടെല്ലാവരോടും പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.